ചിലത് പകുതിയിൽ നിർത്തിവെച്ചതുണ്ട്. ചിലത് തുടങ്ങിയിട്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോവാതെ ഉപേക്ഷിച്ചതുണ്ട്. ഇപ്പൊ സാറിന്റെ എഴുത്തുകൾ നോക്കുകയാണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് അധികം പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടന്റുകളും ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പൊ എല്ലാത്തിൽ നിന്നും മാറി മാറിയിട്ടാണ് ഓരോ പുസ്തകങ്ങൾ എഴുതുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? സ്വയം ആവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ കാര്യം അതാണ്. നമ്മളെ തന്നെ ആവർത്തിക്കാനില്ലാതില്ല, അല്ലെങ്കിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണത്. ഞാൻ എന്നെ തന്നെ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ കുറെ വായനയിൽ നിന്ന് തന്നെയാണ്, മിക്കവാറും വായനയിൽ നിന്ന് തന്നെയാണ് ഈ സബ്ജക്റ്റുകൾ കളക്ട് ചെയ്യുന്നത്. വായന അല്ലെങ്കിൽ ഞാൻ കുറെ ഇന്റർവ്യൂസ് കാണും, ഉം, അഭിമുഖങ്ങൾ കാണും. ഉം, അപ്പം ചിലപ്പം അതിൽ പറഞ്ഞു പോകുന്ന ഒരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ചായിരിക്കാം, വായിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന സംഭവത്തെക്കുറിച്ചായിരിക്കാം. അങ്ങനെയാണ് ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത്. ഉം, അതിൻ്റെ അകത്ത് പിന്നെ പണിയെടുക്കണം. ഉം, നമ്മൾ ഇതെങ്ങനെ എഴുതാം, ആദ്യം ഇതെനിക്ക് എഴുതാൻ പറ്റുന്നതാണോ എന്നുള്ളൊരു അന്വേഷണം വേണ്ടതുണ്ട്. പിന്നെ ഇത് എവിടെ ഈ കഥേനെ എവിടെ പ്ലേസ് ചെയ്യാം, ഇതിൽ ഏത് തരം, ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തൊരു ഭാഷയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ, എന്നെ ഇതൊരു ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള അങ്ങനെ തോന്നുമ്പോഴാണ് ഇത് എഴുതാൻ തീരുമാനിക്കുന്നത്. പിന്നെ എഴുതാൻ തുടങ്ങിയത് മുഴുവൻ പുസ്തകമാവുന്നോ അല്ലെങ്കിൽ എഴുതി തീർക്കുന്നൊന്നുമില്ല. ചിലത് പകുതിയിൽ നിർത്തി വെച്ചതുണ്ട്. ചിലത് തുടങ്ങിയിട്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോവാതെ ഉപേക്ഷിച്ചതുണ്ട്.